രാമേന്ദ്രൻ, ഈ ഇന്ത്യയിൽ സംവരണം കൊടുക്കുന്നത് ജാതീയമായി അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കാണ്. അതാണ് ഭരണഘടനാ വ്യവസ്ഥ. പക്ഷേ കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ മുസ്ലിം സംവരണം നിലവിലുണ്ട്. മുസ്ലിം എന്ന് പറയുന്നത് ഇസ്ലാം മതം ആണ്. മതങ്ങൾക്ക് സംവരണം പാടുണ്ടോ? അത് അനുവദനീയമാണ്. അത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതാണോ? അതെന്തുകൊണ്ടാണ് ആരും കോടതിയിൽ ചോദ്യം ചെയ്യാത്തത്? ഭരണഘടനയിൽ അങ്ങനെ വിഭാവനം ചെയ്തിട്ടില്ല മതസംവരണം. ഇതിനെപ്പറ്റി ഭരണഘടനാ നിയമനിർമ്മാണം നടക്കുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ധാരാളം നടന്നതാണ്. അത് വലിയ സ്റ്റാൽവാർട്സ് അല്ലേ, വലിയ ആളുകൾ ഒക്കെയാണെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ളത്. ഈ പ്രശ്നം ചർച്ച ചെയ്തതാണ്. അന്ന് അംബേദ്കർ ഉൾപ്പെടെയുള്ള പ്രധാനമായിട്ടും അംബേദ്കർ ആ ചർച്ചകൾക്ക് മറുപടി പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുക്കൾക്കിടയിലെ പിന്നോക്കക്കാർ അവർ മുഖ്യധാരയിലേക്ക് വരണം എന്നുള്ളതാണ് ഇതിൻ്റെ കാഴ്ചപ്പാട്. അതിന് ഈ സംവരണം ഏർപ്പെടുത്തിയേ തീരുള്ളൂ. SC/ST തുടങ്ങിയത്. അല്ലാതെ മതത്തിന് സംവരണം കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ലക്ഷ്യമല്ല. അപ്പം മതപരമായ സംവരണം എന്നുള്ളത് നടക്കുന്നതല്ല എന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷെ കോൺഗ്രസ് പലപ്പോഴും മതപരമായ സംവരണം കൊടുക്കാനായിട്ട് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും ചെയ്തിട്ടുണ്ട്. EMSൻ്റെ ഭരണകാലത്താണ് ഈ PSCയിലെ 10%, പിന്നീട് 2% ഒക്കെ സംവരണം വന്നിരിക്കുന്നത് ഇവിടെ. അത് നാദാപുരത്തെ ഒരു തെരഞ്ഞെടുപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ആ സംവരണം EMS സർക്കാർ CH കണാരനൊക്കെയുള്ള സമയത്താണ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ കേരളത്തിൽ ചെയ്തു വച്ചിരിക്കുന്നത്. ആന്ധ്രയിലാണെങ്കിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് അവിടെ നേരത്തെ ഈ OBC സംവരണം അട്ടിമറിച്ച് അത് വെട്ടിക്കുറച്ചിട്ട് അതിൽ നിന്ന് 4% മുസ്ലിങ്ങൾക്ക് കൊടുക്കാനായിട്ട് നേരത്തെ ശ്രമം നടന്നതാണ് 1995 കാലത്തുമൊക്കെ. അങ്ങനെ ആ സംവരണം ഏർപ്പെടുത്തിയത് ആന്ധ്രയിലെ മറ്റേ ഹൈക്കോടതി തന്നെ റദ്ദാക്കിയിരുന്നു. അതിന് മറ്റേ അപ്പീൽ കൊടുത്തത് സുപ്രീം കോടതിയിൽ കിടപ്പുണ്ട്. പക്ഷേ സുപ്രീം കോടതി നേരത്തെ തന്നെ ഇന്ദിരാ സാഹ്നി കേസിൽ വിധിച്ചിട്ടുണ്ട് 50% കൂടുതൽ സംവരണം പാടില്ല. അത് SC/ST തുടങ്ങിയ ആളുകൾക്കാണ് സംവരണം, അതിൽ മതസംവരണം ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി അതിലൊന്നും മാറ്റം വരുത്താൻ ഒരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർണാടകയിൽ ഇപ്പം മതപരമായ സംവരണം വന്നിരിക്കുന്നത് 4% കരാർ ജോലിക്കാണ്. അതെ, ഈ കരാറിൽ 4% കരാറിനെ പറ്റിയാണ് ഇന്ന് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ രാജ്യസഭയിൽ വലിയ ബഹളം ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു, മറ്റേ മതസംവരണം മുസ്ലിങ്ങൾക്ക് സംവരണം ആകാൻ പറ്റില്ല എങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഭരണഘടന മാറ്റും. അത് അദ്ദേഹം ബുദ്ധിപരമായിട്ട് പറഞ്ഞതാണ്. കാരണം അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ് ഏത് യുഗത്തിലാണ് ഇനി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത്? അതിനുള്ള വിദൂര സാധ്യത പോലും ഉണ്ടാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് ശിവകുമാർ. അതെ, RSSൻ്റെ പ്രതിനിധി സഭ ഇപ്പോൾ ബംഗളൂരുവിൽ ചേർന്നിരുന്നു. ഇതിനു മുമ്പും അവിടെ ചേർന്നതാണ്. അപ്പോൾ മറ്റേ വർഷത്തിലൊരിക്കൽ നടക്കുന്ന സമ്മേളനം. ആ പ്രതിനിധി സഭയിൽ 2 പ്രധാനപ്പെട്ട പ്രമേയങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഭാഷയെ പറ്റിയിട്ടാണ്. ഭാഷയെ പറ്റിയിട്ട് ആ 3 ഭാഷകളിലൊന്ന് മദർ ടങ്, മാതൃഭാഷ, പ്രാദേശിക ഭാഷ, പിന്നെ തിരഞ്ഞെടുക്കുന്ന ഇംഗ്ലീഷോ ഇങ്ങനെ RSS ഒരു ബദൽ വച്ചിരുന്നു. ഈ സ്റ്റാലിൻ്റെയൊക്കെ ഈ പ്രക്ഷോഭമൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അല്ലാതെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയൊന്നും ഇല്ല RSSൻ്റെ ഒന്നത്. 2 ഈ മതപരമായ സംവരണം, ഈ വക നീക്കത്തിന് എതിരെയൊക്കെ മറ്റേ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഒസബാളെ സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ശിവകുമാർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഈ 4% കരാറ് ഏർപ്പെടുത്തുന്നുള്ളത് കഴിഞ്ഞ കൊല്ലം തന്നെ സിദ്ധരാമയ്യ പറഞ്ഞിരുന്നതാണ്. ഇപ്പോഴാണ് ബജറ്റ് പ്രസംഗത്തിൽ നീക്കിവെപ്പും പരിപാടികളുമൊക്കെ വേറെയും പ്രീണന സമീപനങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാനായിട്ട് 150 കോടി തുടങ്ങി പലതും ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാജ്യസഭയിൽ ഇത് വലിയ കോലാഹലമായി മറ്റേ JP നദ്ദ
ഇതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടൊരു അത്യാവശ്യം നീണ്ട പ്രസംഗം നടത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹവും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം പറഞ്ഞിരുന്നു, ഭരണഘടനയിൽ മതപരമായ സംവരണമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഈ ബുദ്ധമതക്കാർക്കും സിഖ് മതക്കാർക്കും കൊടുക്കുന്ന സംവരണവും പുനർവിചിന്തനത്തിന് വിധേയമാവില്ലേ? അത് വിധേയമാവില്ല. എന്താണെന്ന് വെച്ചാൽ അത് ന്യൂനപക്ഷ സംവരണത്തിൽപ്പെടുന്നതാണ്. ഈ ബുദ്ധമതം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ ഇവിടെ ന്യൂനപക്ഷ സംവരണം എന്ന് പറഞ്ഞിട്ട് ക്രൈസ്തവരോ മുസ്ലിങ്ങളോ ഒക്കെ തുടങ്ങുന്ന എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സംവരണമില്ലേ? അങ്ങനെ ബുദ്ധമതക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയാലും സംവരണം കൊടുക്കേണ്ടതാണ്. അത് ന്യൂനപക്ഷമാണെന്നുള്ളതുകൊണ്ട് എനിക്കറിയാവുന്ന സ്വയം സേവക നേതാക്കളുണ്ടല്ലോ, RSSൻ്റെ, ഇവരോടൊക്കെ പറയാറുണ്ട് എപ്പോഴും, ഈ നോർത്ത് ഈസ്റ്റിൽ നിങ്ങൾ കുറേ ബുദ്ധമതക്കാരെയൊക്കെ പിടിച്ചിട്ട് മറ്റേ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ടാക്കുക. ബുദ്ധമതം ഹിന്ദുമതത്തിൻ്റെ ഒരു ശാഖയായിട്ടല്ലേ? കാരണം RSSൻ്റെ കൂട്ടത്തിൽ അവരുടെ ഒരു ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ ബുദ്ധനെയും എടുക്കുന്നുണ്ട്. കാരണം നോർത്ത് ഇന്ത്യയിൽ 10ാമത്തെ അവതാരമായിട്ട് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ബുദ്ധമതത്തിനെ ന്യൂനപക്ഷമായിട്ടാണ് എടുക്കുന്നത്, അല്ലാതെ ഹിന്ദുമതത്തിലെ മറ്റേ സംവരണമായിട്ട് ബന്ധമില്ല. അതൊക്കെ നമ്മുടെ കേരളത്തിൽ അവശ്യ ക്രൈസ്തവ സംവരണമുണ്ട് നിലവിൽ. അപ്പോൾ എങ്കിലും ഇത് ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കാത്ത സമീപനമാണ് മത സംവരണം. അപ്പോൾ അതിൽ ഒരു ശരിയായ ഒരു ഡിബേറ്റിംഗ് ആവശ്യമാണ്. പാർലമെൻറ്റിലാണ് അതിൻ്റെ നിയമം പാസ്സാക്കി വേണ്ടി വന്നാൽ ഭരണഘടന പരിഷ്കരിക്കേണ്ടത്, ഇതിനനുസരിച്ച് അമെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു നീക്കം ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടയിലില്ല. ഇപ്പോൾ അത് നടത്തുന്നത് അനീതിയാണ്. അതേസമയം പിന്നെ ഈ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ, അതിൽ വിശ്വസിക്കുന്ന ആളുകൾ സാമ്പത്തികമായി ക്ലേശിക്കുന്നവരുണ്ട്. അത് എല്ലാ മതത്തിലുമുണ്ട്. അവർക്ക് ഒരു പരിരക്ഷ, ഒരു എക്കണോമിക് സപ്പോർട്ട് ആവശ്യമാണ്. ഇപ്പോൾ നേരത്തെ 50% കാര്യം പറഞ്ഞല്ലോ, സംവരണത്തിൻ്റെ സീലിംഗ് അത് എന്നേ കടന്നു. കാരണം മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണം. അല്ല, ഈ 50% മുകളിലെ സംവരണം കടന്നൊരു സംഭവം തമിഴ്നാട്ടിൽ 67% കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? അത് 50% പരിധി കടന്നതുകൊണ്ട് ഇത് ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ പെടുത്തിയാൽ 9ാം ഷെഡ്യൂളിൽ വരുന്ന കാര്യങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജയലളിത അന്ന് സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് ഇത് ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ പെടുത്തി തമിഴ്നാട്ടിലെ സംവരണം. അതെ, അങ്ങനൊരു പ്രൊവിഷൻ ഏതായാലും ഉണ്ട്. അതെ. അപ്പോൾ ഈ സാമ്പത്തിക സംവരണം 50% പുറത്ത് നിർത്താൻ കേരളത്തിനൊന്നും പറ്റിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ അത് എവിടെയാണ് പോകുന്നത്? സംവരണമില്ലാത്ത ആളുകളുടെ സംവരണം ആണല്ലോ ആ സാമ്പത്തിക പരിഗണന. അത് ഈ 50 കഴിഞ്ഞാണ് ഇപ്പം നിൽക്കുന്നത് 60%. അപ്പോൾ ഫലത്തിലെന്ന് പറയുന്നത് സംവരണം ഇല്ലാത്തവർക്കാണ് കൂടുതൽ അവസരം കിട്ടുന്നത്. സംവരണത്തിന് പുറത്തുള്ള മുന്നോക്ക സമുദായങ്ങൾക്കാണ് അവസരങ്ങളുടെ നേർപകുതി കിട്ടുന്നത്. അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു ഈ 10%. ഈ മുസ്ലിങ്ങളിലെ അവശ്യ വിഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇത്തരം സംവരണത്തിനൊക്കെയുള്ള ശ്രമം മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ നടത്തിയിരുന്നതാണ്. ഇത് അവിടുത്തെ ഹൈക്കോടതിയും തട്ടിക്കളഞ്ഞാണ്, സുപ്രീം കോടതിയും എടുത്ത് കളഞ്ഞ. അത് മതം എന്ന അടിസ്ഥാനത്തിൽ ചെയ്യുന്നതുകൊണ്ടല്ലേ. അപ്പോൾ അവിടെയൊക്കെ പോയ രണ്ട് കാര്യം, മതം എന്നുള്ളത്, പിന്നെ 50% എന്ന് പറഞ്ഞ പരിധി, പിന്നെ അത് സംവരണം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിലെ SC/ST വിഭാഗങ്ങൾക്കാണെന്നുള്ള ഭരണഘടനയിലെ കാഴ്ചപ്പാട്. ഇത്രയും പ്രശ്നങ്ങൾ. വേറൊരു കാര്യവും കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്, സംവരണം ആചന്ദ്രതാരം നിലനിൽക്കേണ്ടതുണ്ട്. അത് പുനർവിചിന്തനത്തിന് വിധേയമാക്കണം. അതെ. ഓരോ ഘട്ടം കഴിയുമ്പോൾ, ഓരോ 10 വർഷം ഇല്ല 25 വർഷം കഴിയുമ്പോൾ ഈ സംവരണം ലഭിച്ച സമുദായങ്ങൾക്ക് അതിൻ്റേതായ വളർച്ചയുണ്ടെങ്കിൽ അത് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അത് പ്രയോഗിക്കുവാനും ഇതിനെ വീണ്ടും ഇതിനെ ചെക്ക് ചെയ്ത് ഏത് ഘട്ടം വരെ ഇത് പോകാം എന്ന് പരിശോധിക്കേണ്ട ഒരു കാലമായി ഇത്. കാരണം നമ്മൾ സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് 77 വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇതിനെ പുനർവിചിന്തനം ചെയ്യുവാനും ഗവൺമെൻറ് അതിനുള്ള മെഷേഴ്സ് ഉപയോഗിക്കേണ്ടതായി. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പുനർചിന്തനം എന്ന് പറയുന്നത് ഒരു സ്ഫോടനാത്മകമായ കാര്യമാണ്. അപ്പോൾ ഇത് ഏതായാലും ഈ കടന്നൽ കൂട്ടിൽ ആര് കൈവയ്ക്കും എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാന പ്രശ്നം. പക്ഷേ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി സംവരണത്തെ എടുത്ത് ദുരുപയോഗം ചെയ്യാൻ ഇപ്പോൾ കർണാടകത്തിൽ
ഒരു ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അടക്കം ശ്രമിക്കുന്നത് അതൊരിക്കലും അനുവദനീയമായ കാര്യമല്ല, അംഗീകരിച്ചു കൊടുക്കാനും പറ്റില്ല. ജനാധിപത്യത്തിന് കുറേ ദൂഷ്യവശങ്ങളുള്ളതിലൊന്നായി വേണം ഇതുപോലുള്ള പ്രീണന രാഷ്ട്രീയത്തെ നമ്മൾ കാണാൻ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.